വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ അവർ ഫാമിലി എന്ന് പറയാനുള്ള ഇതൊക്കെ അല്ല കേട്ടാ. അവിടെ ടി വി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാർന്നൂര് ഇരിപ്പുണ്ട് വായി കൈയിട്ടിട്ട്. കുഞ്ഞാ ഹായ് പറഞ്ഞ ഇല്ല, ഇന്ന് പിണക്കത്തിലാണ്, ഭയങ്കര പിണക്കത്തിലാണ്. അപ്പോൾ ഇയാളുടെ പണിയിലും കാര്യങ്ങളൊക്കെയാണ്. പുട്ടൊക്കെ റെഡിയാക്കി, അപ്പോൾ കറി റെഡിയാക്കണ പരിപാടിയിലാണ് സംഭവം. എന്ത് കറിയാണ് മോളെ? ഇന്ന് ഉരുളക്കിഴങ്ങ്, പുട്ടും ഉരുളക്കിഴങ്ങ് കറിയും. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് നമുക്ക് കാണിച്ചു കൊടുത്താലോ? ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ അടപ്പും പണി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഇഞ്ചക്ഷൻ കുക്കറിലാണ് സംഭവം റെഡിയാക്കിയിരിക്കണത്. ഓവർ കറണ്ട് ബില്ല് വരും, അതിന് മുന്നേ എങ്ങനെയെങ്കിലും പൈസ റെഡിയാക്കി ഗ്യാസ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പണി പാടും. ഇപ്പോൾ വേറെ ഒന്നുമല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുകി പോലെ ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് റെഡിയായി വന്നതല്ല, കുറുകി, അതാണ്. അപ്പോൾ ഇയാളെ ഫോണിൻ്റെ കേബിൾ പോയി കഴിഞ്ഞാൽ അത് പോയി മേടിക്കണം. എടുത്തെടുത്ത് പറയണത് ഞാനെന്തോ വലിച്ച് അതെന്നെ മോനാ ചെയ്യണമെങ്കിൽ ഒരു അക്ഷരം മിണ്ടുക. ഒന്ന് വലിച്ച് കംപ്ലൈന്റ് ആക്കിയത് ഇപ്പൊ എത്ര കുറ്റവായിപ്പ്. അതുള്ള കാര്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ചൂട് അച്ഛ കടിച്ചിരുന്നു. എന്നെ പുറം വഴിയാണ് സാറേ അടിക്കണം. സാറെന്നെ പുറം നീ കളിക്കാ. നീ വാടാ, തൈരോണ്ടി വാടാ, തൈരോണ്ടി ഇങ്ങോട്ട് വാടാ. പുള്ളിനെ പിരിയേറ്റിക്കൊണ്ടിരിക്കണ്ട. നീ തൈരോണ്ടി ഇങ്ങോട്ട് വാടാ. നീ എന്ത് നീ ഗൈസ് ഇവിടെ കിടന്ന് ഗൈസ് എന്താടാ ഗൈസ്, പുള്ളോട് ക്ലാസ്സിൽ പോകാത്ത ദിവസം പുള്ളി തല്ലുപിടിക്കാനായിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പം ഗൈസ്, അപ്പം അത് ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഞങ്ങൾ. അപ്പം എന്ത് ചെയ്യുന്നത്, പുട്ടൊക്കെ അത് പുള്ളിക്കുള്ള പുട്ടാണ് കേട്ടോ, അയാൾക്കുള്ള പുട്ടാണ്. ഞങ്ങൾക്കുള്ള പുട്ടൊക്കെ അവിടെ പാത്രത്തിൽ റെഡിയാക്കി വെക്കും, അല്ലേ മോളെ? തിന്നാൻ കിട്ടൂല ഗൈസ്, ഇവിടെ ഞാൻ പട്ടി നടക്കേണ്ടി വരും. എന്നിട്ട് എല്ലാ ദിവസവും പട്ടിണി നടക്കും കൂട്ടണം. അയ്യോ, ഞാൻ എന്ന് കടയിലും മാറ്റി വെക്കണം, അന്ന് എനിക്ക് പുട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പുട്ട് കിട്ടൂല. എന്ത് മൊബൈൽ നോക്കി പറയടി. എന്ത് നിങ്ങൾക്ക് രണ്ട് ഉപദ്രവമാണ്. വെള്ള സ്വഭാവം തന്നെ അതിനും കിട്ടിയേക്കണത്. എന്തെങ്കിലുമൊക്കെ അത് പിന്നെ ഭാര്യമാരല്ലാണ്ട് പിന്നെ വല്ല പെണ്ണുങ്ങളും വന്ന് നോക്കുവോ? ഗൈസ്, ഇതാണ് ഗൈസ് ഇവിടെ. ഗൈസ് അതാണ്. ശരി, ആരുടെ ഓട്ടോ വന്നോണം, ഫ്രണ്ടിൽ വന്ന് എടുത്തിട്ട് ഓട്ടോ. ഓക്കെ ആ ഗൈസ്, ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് എൻ്റെ അച്ഛമ്മനാണെന്നാണ് പറഞ്ഞത്. എന്നെ തല്ലിക്കൊണ്ട് പോയി പുത്രൻ റെഡി കൺട്രി കുഞ്ഞപ്പൻ. അതേടി അധികം കളിക്കല്ലേട്ടാ, നീ അധികം കളിക്കല്ലേട്ടാ. രാവിലെ തന്നെ ഇയാളുടെ ഒരു ഇടിയൊക്കെ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു സുഖം കിട്ടില്ല ഗായ്സ്. അപ്പോൾ അതാണ് ഇടക്കിടക്ക് തല്ലുപിടിക്കണം. അപ്പം ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഗായ്സ്. ഞാൻ ഈ വീഡിയോ എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ കൈയേറ്റം ചെയ്താനോട് അത് നോക്കുന്ന നോട്ടം കണ്ട പാവം പഞ്ചാര ദേഷ്യം കയറിയ ക്രൂരതയുടെ ഒന്നുമില്ല. അപ്പം ഗൈസ്, അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. മച്ചാനെ എന്തായാലും
മച്ചാ 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 മച്ചാ. ഗൈസ് ഇതാണ് ഇവിടെ വന്ന് നിന്നാളെ കുഴപ്പം എന്തെങ്കിലും പണി പറയും. അപ്പം ഗൈസ് ഞങ്ങളുടെ താമസിക്കുന്ന കുഞ്ഞെടുക്കളയിലേക്ക് ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഉപ്പെടുക്കാൻ വന്നാണ്. അപ്പം ഈ കോലങ്ങളൊക്കെ ഉണ്ടായാലും ഒന്നും പറയരുത്. ഇതിൽ ഇതും കൊണ്ട് വന്നത് ഇവിടെ സ്ഥലൂലോ നമ്മ തന്നെ. അപ്പൊ ഗൈസ് സ്ഥലമില്ല, ഈ ചെറിയൊരു സ്ഥലത്തിട്ടാണ് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. TV സ്റ്റാൻഡായിരുന്നു പഴയത്, ഇപ്പൊ മേശപ്പുറത്താണ് TV വെച്ചേക്കണത്. അപ്പൊ അതിൻ്റെതായ ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ കുറവുണ്ട് സംഭവം. അതെ ഞങ്ങളുടെ പുത്രൻ കുഞ്ഞക്കാരി വെക്കാൻ വന്നേക്കാണ്. എന്താ മോനെ എന്ത് ഗൈസ് അപ്പൊ ഞാൻ കട്ട് ചെയ്യണം ഗൈസ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. കുഞ്ഞ ഡാൻസ് കളിച്ചോനെ മച്ചാ മച്ചാ മച്ചാ. ഇല്ല ഉള്ളി ഇന്നലെ ഡാൻസ് കളിച്ചിട്ട് രാത്രി ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.